നമ്മിൽ നിന്നും ഒരു ദിവസവും കടന്നു പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹു ഇവിടെ നമുക്ക് ഇറക്കി തന്ന ഈ ഖുർആൻ, അത് പാരായണം ചെയ്യാത്ത ഒരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇതാ ഇവിടുന്ന് ഇപ്പോൾ തീരുമാനമെടുക്കണം. ഒരു പേജ് ഓതാൻ സാധിക്കാത്തതായി ആരാണ് സഹോദരങ്ങൾ ഇവിടെ ഉള്ളത്? ഒരാൾക്ക് പോലും എനിക്ക് ഒരു ദിവസം ഒരു പേജ് പാരായണം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കളവായി പരിഗണിക്കപ്പെടും. നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ നോക്കാൻ എത്ര സമയമാണ് സഹോദരങ്ങളെ, അല്ലെ? സലഫുകളിൽ ചില ആളുകൾ അവർ റമദാനിൽ 30-40 തവണ ഖുർആൻ പാരായണം ഖതം ചെയ്ത് തീർത്തത്, അഥവാ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ ഖുർആൻ ഓതി പാരായണം ചെയ്ത സലഫുകളെ നമുക്ക് കാണാൻ സാധിക്കും. 1-2 തവണയല്ല, 30 തവണ. എന്നാൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എത്ര സമയം ഒരു ദിവസം കണക്കാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ ചിലവഴിക്കുന്നുണ്ട്? ചിന്തിച്ചു നോക്കുക, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ എത്ര സമയമാണ് ചിലവാക്കുന്നത്? അവരുടെ മനസ്സിൽ അവർക്ക് ഏറ്റവും വലുത് ഖുർആനായിരുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങനെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണോ പ്രാവർത്തികമാക്കുന്നത്, അതിനേക്കാൾ ഉപരി അള്ളാഹുവിന്റെ കലാമിൽ അവർ അങ്ങേയറ്റം നിർവൃതി പൂണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് എളുപ്പത്തിൽ അത് സാധിച്ചിരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദിവസവും ഒരു ഖതം തീർക്കാനല്ല പറയുന്നത്, ഒരു പേജെങ്കിലും പാരായണം ചെയ്യാൻ പറ്റാത്തതായി നമുക്ക് ആർക്കാണ് സാധിക്കാത്തത്? സത്യസന്ധമായി ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക. സത്യസന്ധമായി ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് ഓതി പൂട്ടിവെച്ച് പിന്നെ ഇന്ന് തുറന്ന ആളുകളില്ലേ നമ്മളിൽ? എത്ര ആളുകൾ ഉണ്ടാകും അങ്ങനെ? അള്ളാഹു നമുക്കൊക്കെ പുറത്തു നൽകട്ടെ. പല ആളുകളും റമദാനിൽ പൂട്ടിവെച്ച ആളുകളുണ്ട്. വൽ ഇയാദു ബില്ലാഹ്. ഇനി തുറക്കാൻ പോകുന്നത് അടുത്ത റമദാനിലാണ്. എന്താണ് സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ? എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതോ സഹാബിമാർ പോയ സ്വർഗവും.